നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആളുമാറി യുവാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ കൊട്ടേഷൻ സംഘാംഗങ്ങളെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പോർച്ചുഗീസിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ജിതേന്ദ്രനാഥ മിശ്ര കൊടുങ്ങല്ലൂരിലെ മുസ്ലിം പൈതൃക പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എയ്ഡ്സ് നിയന്ത്രണ ബോധവൽക്കരണ റാലിയും വ്യക്തിത്വ വികസന സെമിനാറും സംഘടിപ്പിച്ചു. കാളമുറി ബീച്ച് റോഡിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് 4 ദിവസമായി നിരാഹാര സമരം നടത്തുന്ന സോഷ്യലിസ്റ്റ് ജനത പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സന്തോഷ് വലിയപറമ്പിലിനെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റി. ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നാണ് വ്യാഴാഴ്ച രാത്രി 8 മണിയോടെ മതിലകം പോലീസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതേസമയം ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയ ഉടൻ തന്നെ മറ്റൊരാൾ നിരാഹാരം ആരംഭിച്ചിട്ടുണ്ട്. യുവജനത കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷബീർ തൈവളപ്പിലാണ് സമരം ഏറ്റെടുത്തിരിക്കുന്നത്. അതേസമയം 5 ദിവസം പിന്നിട്ടിട്ടും ഒത്തുതീർപ്പ് ചർച്ചകൾക്കായി അധികൃതർ ശ്രമിക്കാത്തതിൽ പ്രതിഷേധം വ്യാപകമായിട്ടുണ്ട്. പ്രതിഷേധ സൂചകമായി വെള്ളിയാഴ്ച കാളമുറിയിൽ വ്യാപാരികൾ ഹർത്താൽ ആചരിക്കും. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താലെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആളുമാറി യുവാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ കൊട്ടേഷൻ സംഘാംഗങ്ങളെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം സ്വദേശി അമ്പാട്ട് വീട്ടിൽ കല്ലാടൻ ഗിരീഷ് എന്ന് വിളിക്കുന്ന ഗിരീഷ്, 3 പീടിക അടിപ്പറമ്പിൽ റെജു എന്ന് വിളിക്കുന്ന നിഖിൽനാഥ് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട നവംബർ 7-ാം തീയതി വൈകിട്ട് നന്ദിലത്തിൽ ജോലി ചെയ്തിരുന്ന ശ്രീഹരി എന്ന് പറഞ്ഞ പയ്യനെ അയാളുടെ ജോലി വിട്ട് വീട്ടിലേക്ക് പോണ സമയത്ത് 2-3 ബൈക്കുകളായിട്ട് വന്ന് 5-6 പേരടങ്ങിയ സംഘം ആക്രമിച്ച് അയാളുടെ ഇരിഞ്ഞാലക്കുടയിൽ കണ്ടുപോകരുതെന്നും പറഞ്ഞ് അയാൾക്ക് മാരകമായി പരിക്കേൽപ്പിച്ച് ഉണ്ടായ സംഭവത്തിന് പ്രാഥമികമായിട്ട് നമ്മൾ അന്വേഷിച്ചതിൽ അയാൾക്ക് അതൊരു ശത്രുക്കളോ മറ്റോ ഇല്ലയെന്ന് അറിഞ്ഞപ്പോൾ ഇതിന് പുറകിൽ വേറെ എന്താണ് അതിൻ്റെ കാരണമെന്ന് അന്വേഷിച്ച് സമയമെടുത്ത് അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു ജോലിക്കാരനോടുള്ള വിരോധം കൊണ്ട് അയാളുടെ അളിയൻ അറേഞ്ച് ചെയ്തൊരു കൊട്ടേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആളെ തെറ്റി ശ്രീഹരിയെ മർദ്ദിക്കുകയുണ്ടായിരുന്നു മനസ്സിലായി. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാരെ നമ്മൾ 2-3 തവണ പല രീതിയിൽ ചെക്ക് ചെയ്തതിന് ശേഷം ഈ ഇന്ന ആളുകളാണെന്ന് മനസ്സിലായതിന് ശേഷം ഇവരെ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ ശബരിമലയിലേക്ക് മാലയിട്ടുകൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ മാറി താമസിക്കുകയും ശബരിമലയിൽ പോയി ഇന്നലെ തിരിച്ചു വരികയും ചെയ്തു. ആ തിരിച്ചു വന്ന 2 പേരിലെ ഗിരീഷ്, കല്ലാടൻ ഗിരീഷ്, റിജു എന്ന 2 പേരെ ഇന്നലെ ബാറിൽ ഇരിങ്ങാലക്കുട നന്ദിലത്ത് ജിമാർട്ടിൽ നിന്നും ജോലി കഴിഞ്ഞ് രാത്രി 9:30യോടെ ബൈക്കിൽ പോവുകയായിരുന്ന വലപ്പാട് കരയാമുട്ടം സ്വദേശി പട്ടാലി ശ്രീഹരിയെ കിഴുത്താണിയിൽ വെച്ച് 3 ബൈക്കുകളിലായെത്തിയ സംഘം തടഞ്ഞു നിർത്തി ആക്രമിച്ച് വധിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നന്ദിലത്തിൽ ജോലി ചെയ്യുന്ന എടത്തിരിഞ്ഞി സ്വദേശി രഞ്ജിത്ത് എന്നയാളെ ആക്രമിക്കാൻ ഇയാളുടെ ഭാര്യ സഹോദരൻ പെരിഞ്ഞനം സ്വദേശി ജിഫിനാണ് കൊട്ടേഷൻ നൽകിയത്. ഇതനുസരിച്ച് കല്ലാടൻ ഗിരീഷ് മറ്റ് സംഘാംഗങ്ങളുമായി രഞ്ജിത്തിനെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ആക്രമിച്ച് വധിക്കാൻ പദ്ധതിയിട്ടു. എന്നാൽ ഈ ദിവസം രഞ്ജിത്ത് ലീവിലായിരുന്നു. രഞ്ജിത്താണെന്ന് തെറ്റിദ്ധരിച്ച് ഇവർ ശ്രീഹരിയെ പിന്തുടർന്ന് കിഴുത്താണിയിൽ വെച്ച് ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ ശ്രീഹരി ഇപ്പോഴും കിടപ്പിലാണ്. ഇതിലെ സംഘത്തലവനായ കല്ലാടൻ ഗിരീഷിന് കൊടുങ്ങല്ലൂരിലെ CPM പ്രവർത്തകൻ KU ബിജുവിനെ കൊലപ്പെടുത്തിയ കേസ് ഉൾപ്പെടെ 28 കേസുകളിൽ പ്രതിയാണ്. റജിൻ മതിലകം പോലീസ് സ്റ്റേഷനിൽ 5 കേസുകളിൽ പ്രതിയാണ്. ഈ കേസിലെ മറ്റ് 3 പ്രതികൾ ഒളിവിലാണ്. SI വാസുദേവൻ, സീനിയർ CPO PC സുനിൽ, NK അനിൽകുമാർ, CPOമാരായ റോയ് പൗലോസ്, KJ ജിനേഷ്, ഷഫീർ ബാബു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പോർച്ചുഗീസിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ജിതേന്ദ്രനാഥ മിശ്ര കൊടുങ്ങല്ലൂരിലെ മുസ്ലിം പൈതൃക പദ്ധതി പ്രദേശങ്ങൾ സന്ദർശിച്ചു. ചേരമാൻ ജുമാ മസ്ജിദ്, കോട്ടപ്പുറം കോട്ട എന്നിവിടങ്ങളിലെത്തിയ സ്ഥാനപതി മുസ്ലിം പൈതൃക പദ്ധതി പ്രവർത്തനങ്ങളിൽ സന്തുഷ്ടി പ്രകടിപ്പിച്ചു. ചേരമാൻ ജുമാ മസ്ജിദിൽ മഹല്ല് പ്രസിഡന്റ് ഡോക്ടർ PA മുഹമ്മദ് സയ്യിദ്, അഡ്മിനിസ്ട്രേറ്റർ EB ഫൈസൽ എന്നിവർ അതിഥിയെ സ്വീകരിച്ചു. കോട്ടപ്പുറം കോട്ടയിൽ വാർഡ് കൌൺസിലർ VM ജോണിയുടെ നേതൃത്വത്തിൽ സ്ഥാനപതിയെ സ്വീകരിച്ചു.
വസ്തുവ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന വസ്തുവ്യാപാര കരാർ രജിസ്ട്രേഷൻ സമ്പ്രദായം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് വസ്തുവ്യാപാര തൊഴിലാളി യൂണിയൻ AITUC കൊടുങ്ങല്ലൂർ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് A.T. വർഗീസ് ധർണ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ, PK ശേഖരൻ, KM സലീം, PP സുഭാഷ്, AA ഹനീഫ എന്നിവർ സംസാരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് തളർന്നു കിടക്കുന്ന യുവാവിന് കാരുണ്യവുമായി പോലീസ് എത്തി. ചാമക്കാല സ്വദേശി തൃപ്പൂണത്ത് രാജന്റെ മകൻ രജീഷിനാണ് കൊടുങ്ങല്ലൂർ CIയും സംഘവും വീട്ടിൽ നേരിട്ടെത്തി സഹായം കൈമാറിയത്. 4 വർഷമായി തളർന്നു കിടക്കുന്ന യുവാവിന് കൊടുങ്ങല്ലൂർ പോലീസ് സർക്കിളിന് കീഴിലെ SC/ST മോണിറ്ററിംഗ് കമ്മിറ്റി സഹായം അനുവദിക്കുകയായിരുന്നു. തലയ്ക്ക് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് യുവാവ്. ഇപ്പോൾ കോയമ്പത്തൂരിലെ കോവൈ മെഡിക്കൽ സെന്ററിന്റെ ചികിത്സയിലാണ്. പ്രതിമാസം ചികിത്സയ്ക്ക് തന്നെ 7000 രൂപയാകും. കൂലിപ്പണിക്കാരനായ അച്ഛന്റെ തുച്ഛവരുമാനം കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റവും മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന കുടുംബത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ കമ്മിറ്റി അംഗങ്ങൾ 2 മാസത്തെ ചികിത്സയ്ക്കുള്ള തുകയാണ് ഇപ്പോൾ നൽകിയത്. തുടർ ചികിത്സ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. CIയെ കൂടാതെ കമ്മിറ്റി അംഗങ്ങളായ MS വിജയൻ, KS അനിൽകുമാർ, PC സുബ്രഹ്മണ്യൻ, KM ബാബു, പോലീസ് കെയർ കമ്മിറ്റി അംഗം EM ഷമീർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ലോക അറബിക് ദിനത്തോടനുബന്ധിച്ച് കൊപ്രക്കളം ബുസ്താനുൽ ഉലൂം അറബിക് കോളേജിൽ സെമിനാർ സംഘടിപ്പിച്ചു. ബുസ്താൻ കോംപ്ലക്സ് പ്രസിഡന്റ് PV മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ PK മുഹമ്മദ് മദനി അധ്യക്ഷത വഹിച്ചു. PK മുഹമ്മദ് ഉപഹാര സമർപ്പണം നടത്തി. അബ്ദുൾ ഷുക്കൂർ സ്വലാഹി, ഉസ്മാൻ ബുസ്താനി, മുഹമ്മദ് തായിഫ്, NS നജാത്ത്, പ്രൊഫസർ ഫിർദൌസ്, ഫാരിസ് ബംഗാലത്ത്, ഇസ്മായിൽ ബുസ്താനി, മെഹറൂഫ് സ്വലാഹി എന്നിവർ സംസാരിച്ചു. അറബി ഭാഷയെ സംബന്ധിച്ച് ഇപ്പോ ഏതാണ്ട് ലോകത്തൊക്കെ പ്രസിദ്ധമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോ ഏതാണ്ട് ഞാൻ പറഞ്ഞത് പഴയ കാലത്ത് ഇപ്പോ ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാനിങ്ങനെ ഓർക്കണം. അറബി ഭാഷയുടെ പ്രാധാന്യം ഇപ്പോൾ കൂടുതൽ ഉൾക്കൊണ്ടുവരുമ്പോൾ നമുക്കതിന് കഴിഞ്ഞില്ലല്ലോ എന്ന്. ഞാനൊരു 6-7 വർഷം പള്ളിയിൽ ദർസ് കിതാബ് ഓതി അതിനുശേഷം നാടുവിടേണ്ടി വന്നു. ഞാൻ നാടുവിടുമ്പോൾ പോലും ഈ കോളേജ് ഇവിടെ ആരംഭിച്ചിട്ടില്ല. കുറച്ച് നാട് വിട്ടു കഴിഞ്ഞപ്പോൾ ചെറുപ്പത്തിലുള്ള പഠനത്തിലൊക്കെ മറക്കുകയും ചെയ്തു. പിന്നീട് ആവശ്യമായ ഘട്ടത്തിലാണ് നമുക്കതിന് കഴിഞ്ഞില്ലല്ലോ എന്നൊരു ഖേദം തോന്നുന്നത്. യഥാർത്ഥത്തിൽ അറബി ഭാഷ ലോക പ്രസിദ്ധമായ ഭാഷയാണ്. ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുകയും അതൊരു ദിനമായി ആചരിക്കുകയും ചെയ്തുകൊണ്ട് പൊതുനിരത്തിൽ നഗ്നത പ്രദർശിപ്പിച്ച കേസിൽ യുവാവിനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. 3 പിടിക സ്വദേശി കുറ്റിക്കാടൻ വീട്ടിൽ അഭിഷിനെയാണ് ഇരിങ്ങാലക്കുട SI TG ദിലീപും സംഘവും അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച വൈകിട്ട് 3:30 ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിന് മുൻവശത്ത് വെച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും കാണുകെ ഇയാൾ നഗ്നത പ്രദർശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും അധ്യാപകരും ചേർന്ന് ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഇനിയൊരു ഇടവേള.